മുല്ലപ്പെരിയാർ ഡാം എത്രമാത്രം ശക്തമാണ്? തമിഴ്നാട് പല ഘട്ടങ്ങളിലായി മുല്ലപ്പെരിയാറിനെ ശക്തിപ്പെടുത്താനായി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് കോടതിയിൽ വാദിക്കുകയും കോടതി അത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുള്ളത്? അത് ഏതൊക്കെ തലത്തിലാണ് മുല്ലപ്പെരിയാറിനെ ശക്തമാക്കാൻ സാധിക്കുന്നത്? കേരളം എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ശക്തമല്ലെന്ന് വാദിക്കുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മുല്ലപ്പെരിയാർ തകരുമെന്ന് കേരളം വാദിക്കുന്നത്? അതെന്തുകൊണ്ടാണ് കോടതി ചെവിക്കൊള്ളാത്തത്? എന്താണ് മുല്ലപ്പെരിയാറിൻ്റെ ബേബി ഡാം? എന്താണ് സ്പീൽവേ? സ്പീൽവേ എങ്ങനെയാണ് ശക്തമായിട്ടുള്ള മഴകളിൽ നിന്നും മുല്ലപ്പെരിയാർ ഡാമിനെ സംരക്ഷിക്കുന്നത്? നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഡാമുകൾ ഒന്നാണ് ഗ്രാവിറ്റി ഡാം. നമ്മുടെ മുല്ലപ്പെരിയാർ ഒരു ഗ്രാവിറ്റി ഡാമാണ്. അതിശക്തമായിട്ടുള്ള ജലത്തിൻ്റെ ഫോഴ്സിനെ തടഞ്ഞു നിർത്താനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സവിശേഷതയാണ് എല്ലാ ഗ്രാവിറ്റി ഡാമുകൾക്കുമുള്ളത്. ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ് ഇവിടെ ഒരു സംരക്ഷണ കവചമായി മാറുന്നത്. ഗ്രാവിറ്റി ഡാമിന് അതിശക്തമായിട്ടുള്ള ഒരു മാസ് അല്ലെങ്കിൽ പിണ്ഡമാണുള്ളത്. ആ പിണ്ഡവും ഭൂമിയുടെ ഗ്രാവിറ്റിയും കൂടി ആകുമ്പോൾ അവിടെ അതിശക്തമായിട്ടുള്ള ഒരു ഭാരമുണ്ട്. ആ ഭാരം ശക്തമായി ഭൂമിയുടെ പ്രതലത്തിലേക്ക് അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നേരെ കൃത്യം വെർട്ടിക്കലി താഴേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന് എതിരെ ജലത്തിൻ്റെ ഒരു ഫോഴ്സ് ഹൊറിസോണ്ടലിയും ഉണ്ട്. അങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈ ഡാമിനെ മുന്നിലേക്ക് മറിച്ചിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഗ്രാവിറ്റി ഫോഴ്സ് ഇങ്ങനെയുള്ള ജലത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫോഴ്സിനേക്കാൾ അതിശക്തമായതുകൊണ്ട്, അത് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഈ ഡാം മുന്നിലേക്ക് മറിഞ്ഞു വീഴില്ല. ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് കല്ലുകൾ കൊണ്ടും പാറകൾ കൊണ്ടും ഒക്കെ ആണെങ്കിൽ പോലും അത് ഒരൊറ്റ ബ്ലോക്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു ടിപ്പിക്കൽ ഗ്രാവിറ്റി ഡാമിൻ്റെ കണ്ടീഷനാണ്. എന്നാൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. 1887 മുതൽ 1895 വരെയുള്ള വർഷങ്ങളിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ നമ്മൾ സിമൻറ്റ് ഉപയോഗിച്ചിട്ടല്ല കല്ലുകളെയും പാറകളെയും ഒക്കെ ചേർത്ത് വച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ചുണ്ണാമ്പും സുർക്കിയും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ്. നമ്മൾ സുർക്കി മിശ്രിതം എന്ന് പറയും. ഒരുപാട് കല്ലുകളും പാറകളും ഒക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പാറകളുടെയും കല്ലുകളുടെയും ഇടയിൽ ഒരുപാട് വലിയ വലിയ സുഷിരങ്ങൾ ഉണ്ടാകും. ആ വലിയ സുഷിരങ്ങളുടെ ഇടയിലൂടെ വെള്ളം ഊർന്ന് വെളിയിലേക്ക് പോകും. കൂടാതെ അതിനെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരൊറ്റ ബ്ലോക്ക് പോലെ പ്രവർത്തിക്കാനുള്ള ഒരു സവിശേഷതയും അതിനുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഒരു പശ പോലെ അല്ലെങ്കിൽ ഒരു സിമൻറ്റ് പോലെ നമ്മൾ സുർക്കി മിശ്രിതം ഉപയോഗിച്ചത്. എന്നാൽ സുർക്കി മിശ്രിതം സിമൻറ്റ് പോലെയല്ല. കാലപ്പഴക്കത്തിൽ ആ ജലത്തിൻ്റെ ശക്തി കാരണം അത് അവിടെ നിന്നും ഒലിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒലിച്ചു പോവുകയാണെങ്കിൽ, പൂർണ്ണമായിട്ടും അവിടെയുള്ള സുർക്കി മിശ്രിതം ഒലിച്ചു പോവുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലം പതിയെ ഈ കല്ലുകളുടെയും പാറകളുടെയും ഇടയിലുള്ള സുഷിരത്തിലൂടെ കടന്നു പോകും. അങ്ങനെ സുഷിരത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ കല്ലുകളും പാറകളും ഒക്കെ ജലത്താൽ ചുറ്റപ്പെട്ടതായിട്ട് മാറും. ജലത്തിൻ്റെ അടിയിൽ ഒരു വസ്തുവിനെ നമ്മൾ എടുക്കുന്നത് പോലെയല്ല ജലത്തിൻ്റെ മുകളിൽ നമ്മളൊരു വസ്തുവിനെ എടുക്കുന്നത്. ജലത്തിൻ്റെ അടിയിൽ ആ വസ്തുവിന് ഭാരക്കുറവുണ്ടായിരിക്കും. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ നമുക്കത് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ തൊട്ടി വെള്ളത്തിൻ്റെ അടിയിലാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ തൊട്ടി വലിച്ച് മുകളിലേക്ക് എടുക്കാം. പക്ഷേ എപ്പോഴാണോ അത് ജലനിരപ്പിന് മുകളിലേക്ക് വരുന്നത്, അപ്പോൾ മുതൽ നമുക്ക് അതിശക്തമായിട്ടൊരു ഭാരമായിരിക്കും അനുഭവപ്പെടുക. കാരണം ഭാരത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതേ കാര്യം തന്നെ ഈ പാറകളിലും കല്ലുകളിലും അനുഭവപ്പെടും. അതിൻ്റെ ചുറ്റുമായിട്ട് ജലത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഭാരം അവിടെ ഇല്ലാതെയാകും. ഗ്രാവിറ്റി ഡാമിൻ്റെ ശക്തി എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ഭാരമാണ്. ആ ഭാരത്തിൽ ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുറവെന്ന് പറയുന്നത് ഹൊറിസോണ്ടലി അനുഭവപ്പെടുന്ന ജലത്തിൻ്റെ ഫോഴ്സിനേക്കാൾ താഴെയാകുന്ന ഘട്ടത്തിൽ ആ ഡാം ഒരു കൂട്ടം പാറക്കഷ്ണങ്ങൾ തകർന്നടിയുന്നത് പോലെ തകർന്നടിയുന്നതാണ്. ഇനിയിപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള ഫോഴ്സ് ഈ വെർട്ടിക്കലായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അതിജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവിടെ തകരാനുള്ള മറ്റൊരു സാധ്യത കൂടിയുണ്ട്. പാറകളുടെ ഇടയിലൂടെ ജലം ഊർന്നിറങ്ങുമ്പോൾ അവിടെയുള്ള പല പാറകളും അവിടെ നിന്ന് തെന്നി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ തെന്നി മാറുകയാണെങ്കിൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് അത് തകർന്ന് തരിപ്പണമായി മാറുകയും ഇത് ശരിക്കും ഒരു ജലബോംബായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ജലബോംബെന്ന് പറയുമ്പോൾ
അക്ഷരാർത്ഥത്തിൽ നമ്മളതൊരു ബോംബായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. പ്രധാനപ്പെട്ട നമ്മുടെ പല ജില്ലകളും പൂർണ്ണമായിട്ടും തകർന്ന് നാമാവശേഷമായി മാറുന്നതാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണ് കോടതി ഇതൊന്നും ചെവിക്കൊള്ളാത്തത്? കേരളത്തിൻ്റെ വാദങ്ങളൊന്നും അവിടെ നിലനിൽക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം തമിഴ്നാട് പല ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയിട്ടുള്ള പല പ്രൊട്ടക്ഷൻ മെത്തേഡുകളാണ്. എന്തൊക്കെയാണ് പ്രൊട്ടക്ഷൻ മെത്തേഡ്? അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. തമിഴ്നാട് ഒന്നാമതായി ചെയ്തത് ഡാമിൻ്റെ ഒരു ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ ഒരു വലിയ ലെയർ സ്ഥാപിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ലെയർ സ്ഥാപിക്കുന്നതിലൂടെ അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഈ ഡാമിന് കിട്ടുന്നുണ്ട്. അതിനെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അത് മതിയാവുകയില്ല. കാരണം ഇതിൻ്റെ കോർ ഭാഗത്ത് അല്ലെങ്കിൽ ഉള്ളിലുള്ള പ്രദേശങ്ങളിലാണല്ലോ ഈ സുർക്കി മിശ്രിതം ഒലിച്ചു പോകുന്നത്. അവിടെയല്ല ഈ സിമെൻറ്റ് തേച്ചിരിക്കുന്നത്, പുറം ഭാഗത്ത് മാത്രമാണ്. ചെറിയ രീതിയിലുള്ള ഒരു ശക്തിപ്പെടുത്തൽ ഉണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് ഡാമിനെ ശക്തിപ്പെടുത്തുന്നില്ല. രണ്ടാമതായി അവർ ചെയ്തത് RCC ക്യാപ്പിംഗ് ആണ്. ഡാമിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ ഒരു ആവരണമുണ്ടാക്കി. നല്ല കാഠിന്യമുള്ള ഒരു ആവരണമാണ്. അത്തരത്തിൽ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ ഒരു കാഠിന്യം ഉണ്ടാകുമ്പോൾ അത് ആ ഡാമിൻ്റെ മൊത്തത്തിലുള്ള ഭാരത്തിൽ ഒരു വർധന ഉണ്ടാക്കുന്നതാണ്. അത്രയും ഭാരമുള്ളത് കൊണ്ട് തന്നെ ഡാമിനെ താഴേക്കൊന്ന് അമർത്തി വെക്കുന്നതിലും ഈ RCC ക്യാപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഡാമിനെ ശക്തിപ്പെടുത്താൻ വളരെ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ള ഒരു കാര്യം ഗ്രൗഡിംഗ് ആണ്. ഡാമിൻ്റെ പുറം ഭാഗത്ത് ഒരുപാട് വിള്ളലുകൾ കണ്ടിട്ടുള്ളതായിട്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാധ്യമങ്ങളിൽ പല കുറി ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഡാം അത്ര സുരക്ഷിതമല്ലെന്ന്. എന്നാൽ ആ വിള്ളലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡാമിനെ ശക്തിപ്പെടുത്താനുള്ള ചില പ്രയത്നങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഡാമിൻ്റെ ഉൾഭാഗത്തുള്ള പാറകളെ ചേർത്ത് വയ്ക്കുന്ന സുർക്കി മിശ്രിതങ്ങൾ ഊർന്നു പോകുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ ക്രാക്കുകളിലൂടെയൊക്കെ ഊർന്നു പോയിട്ടുണ്ടായിരിക്കാം. അവിടെ സുർക്കി മിശ്രിതത്തിൻ്റെ ഒരു കുറവുണ്ട്. അതായത് അതുവഴി ജലം ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡാം ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ടായി വന്നിരിക്കുന്ന ഈ ക്രാക്കുകളുടെ ഉള്ളിലേക്ക് നമ്മൾ സിമെൻറ്റിൻ്റെ ഒരു വലിയ ലെയർ തന്നെ ഇഞ്ചക്റ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള വിള്ളലുകളിലേക്കെല്ലാം ഈ കൂടുതൽ സിമെൻറ്റുകൾ ഉള്ളിലേക്ക് നമ്മൾ തള്ളി നീക്കുന്നുണ്ട്. ആ തള്ളി നീക്കുന്ന സിമെൻറ്റുകൾ കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന പാറകൾ കുറേ കൂടി ശക്തമായിട്ട് ഒരു പശ വെച്ച് ഒട്ടിച്ചതുപോലെ അവിടെ നിലനിൽക്കുന്നതാണ്. അതുവഴി ജലത്തിന് സഞ്ചരിക്കാനോ ഈ പാറകളുടെ ഇടയിൽ തങ്ങി നിൽക്കാനോ സാധിക്കുന്നതല്ല. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ജലമുള്ള ഭാഗത്തല്ലെന്ന് കൂടി ഓർക്കണം. ജലമില്ലാത്ത മറുഭാഗത്ത് മാത്രമാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുവഴി ചെയ്യുന്നതും പ്രാക്ടിക്കലി ഇതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. എന്നാൽ ചില ക്രാക്കുകൾ ജലമുള്ള ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവിടുന്ന് വെള്ളം ഊർന്ന ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുമുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ക്രാക്കുകൾ മിക്കവാറും ഇപ്പുറത്തെ അറ്റം വരെ എത്തിയിട്ടുണ്ടായിരിക്കില്ല. കാരണം പ്രത്യേകിച്ചും താഴ്ഭാഗങ്ങളിൽ നല്ലൊരു തിക്നെസ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു വീതിയാണ് ഈ ഡാമിനുള്ളത്. ഒരു വലിയ ക്രാക്ക് ഉണ്ടായി അത് ഇങ്ങേ തലയ്ക്കൽ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് കാലങ്ങളെടുക്കും. അത്രയും കാലം കഴിയുമ്പോഴേക്കും ഡാം തകർന്നു പോയിട്ടുണ്ടായിരിക്കാം. മറ്റൊരു പ്രോസസ്സ് സ്റ്റീൽ ആങ്കറിംഗ് ആണ്. ഡാമിൻ്റെ ഏറ്റവും മുകളിൽ ഡാമിൻ്റെ ഉള്ളിലേക്ക് വലിയ രീതിയിലുള്ള സുഷിരങ്ങൾ ഡ്രില്ല് ചെയ്തുണ്ടാക്കുന്നു. ആ ഡ്രില്ല് ചെയ്തുണ്ടാക്കുന്ന ആഴത്തിലുള്ള സുഷിരങ്ങളുടെ ഉള്ളിലേക്ക് സ്റ്റീലിൻ്റെ ഒരു വലിയ റോപ്പ് കടത്തിവിടുന്നു. റോപ്പ് കടത്തി വിട്ടതിന് ശേഷമാണ് നിർണായകമായിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. ആ സ്റ്റീലിനെ അവിടെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ സ്റ്റക്കാക്കി വെക്കുകയാണ്. അങ്ങനെ സ്റ്റക്കാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു ബലമാണ് വെർട്ടിക്കലി ആ ഡാമിന് അനുഭവപ്പെടുന്നത്. അതിശക്തമായിട്ട് ഡാമിനെ ഒന്ന് താഴേക്ക് അമർത്തി വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രതീതിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. അവിടെയുള്ള പാറകൾക്കിടയിൽ ഉണ്ടാകുന്ന സുഷിരങ്ങളെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനും അതിന് വെർട്ടിക്കലി നല്ലൊരു ശക്തി കൊടുക്കാനും ഇത് വലിയ രീതിയിൽ സഹായപ്രദമാകും. ഞാൻ പറഞ്ഞല്ലോ, വെർട്ടിക്കലി ഉള്ള ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഈ ഡാം സുരക്ഷിതമായിട്ട് നിൽക്കുന്നത്. അത്തരത്തിലുള്ള വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഈ സ്റ്റീൽ റോപ്പിംഗ് സഹായിക്കും. അത് 100% ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. എന്നാൽ ഇതുകൊണ്ടൊക്കെ മുല്ലപ്പെരിയാർ ഡാം ശക്തമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വലിയ ക്രാക്കുകൾ സംഭവിച്ചിരിക്കുന്നത് ജലമുള്ള ഭാഗങ്ങളിലാണെങ്കിൽ അത് നമുക്ക് കാണാനോ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അവിടെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. മുല്ലപ്പെരിയാർ ഒരൊറ്റ ഡാം മാത്രമല്ല,
മുല്ലപ്പെരിയാറിനോട് ചേർന്ന് തന്നെ അല്പം മാറി മറ്റൊരു ചെറു ഡാം കൂടിയുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള അതേ രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറു ഡാമാണ് മുല്ലപ്പെരിയാറിൻ്റെ ബേബി ഡാം. മുല്ലപ്പെരിയാർ ജലത്തെ തടഞ്ഞു നിർത്തുകയാണല്ലോ ചെയ്യുന്നത്. വലിയൊരു പ്രദേശത്താണ് ഈ ജലം നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഡാം കെട്ടിയിരിക്കുന്നത്. മറ്റു ഭാഗങ്ങളിലൂടെ ജലം ഊർന്ന് വെളിയിലേക്ക് പോകില്ല. കാരണം അവിടുത്തെ ടോപ്പോഗ്രഫി അങ്ങനെയാണ്. അവിടെ വലിയ മലനിരകളുണ്ട്. ആ മലനിരകളാണ് ഈ ജലത്തെ തടഞ്ഞു നിർത്തുന്നത്. എന്നാൽ മുല്ലപ്പെരിയാറിൻ്റെ കേസിൽ എല്ലാ ഭാഗങ്ങളിലും അത്തരത്തിലുള്ള മലനിരകളില്ല. ചില ഭാഗങ്ങൾ അല്പം ഒന്ന് താഴ്ന്ന പ്രദേശങ്ങളാണ്. അതായത് മുല്ലപ്പെരിയാറിൽ അത്യാവശ്യം ജലമില്ലെങ്കിൽ പോലും ഈ താഴ്ന്ന ഭാഗങ്ങളിലൂടെ ജലം ചോർന്ന് ഒരു നദി പോലെ അതുവഴി ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ തന്നെ താഴ്ന്ന ഭാഗം തിരഞ്ഞെടുത്ത് ആ ഭാഗത്ത് ഒരു ചെറിയ ഡാം ഉണ്ടാക്കിയത്. ബേബി ഡാം എന്ന പേരിലാണ് ആ ഡാം അറിയപ്പെടുന്നത്. പലപ്പോഴും ആരും ഈ ഡാമിനെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല. മുല്ലപ്പെരിയാർ ദുർബലമാകുന്നത് പോലെ ബേബി ഡാമും ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ താരതമ്യേന മുല്ലപ്പെരിയാർ ഡാമാണ് ഏറ്റവും ദുർബലമാകാനുള്ള സാധ്യതയുള്ളതെന്ന് മാത്രം. ഈ ബേബി ഡാമിന് പുറമെ അതിനോട് ചേർന്ന് തന്നെ എർത്ത് ഡാമും ഉണ്ട്. എർത്ത് ഡാം എന്ന് പറയുമ്പോൾ അവിടെ മണ്ണും ചെളിയും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു ചെറിയ മല ഉണ്ടാക്കിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ബേബി ഡാമും എർത്ത് ഡാമും മുല്ലപ്പെരിയാറിൻ്റെ ഒരു വശത്താണെങ്കിൽ അതിൻ്റെ നേരെ എതിർവശത്തായിട്ട് മറ്റൊരു സംവിധാനം കൂടിയുണ്ട്. അതാണ് സ്പീൽവേ. ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജലമുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പീൽവേയിലൂടെ ജലം ഒഴുക്കി വിടാനായിട്ട് സാധിക്കും. ജലം അതുവഴി ഒഴുകി പോകുമ്പോൾ അതിശക്തമായിട്ട് മഴ പെയ്താൽ പോലും ആ മഴയുടെ റേറ്റിനേക്കാൾ അല്പം മുകളിൽ ജലം സ്പീൽവേയിലൂടെ ഒഴുകി പോകുന്നത് കൊണ്ട് തന്നെ ജലനിരപ്പിൽ കാര്യമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. ഡാം തുറക്കാതെ തന്നെ ജലനിരപ്പ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ വാർത്തയെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ജലനിരപ്പ് ഉയരുന്നു, സ്പീൽവേയിലൂടെ കൂടുതൽ ജലം കടത്തി വിടുന്നുണ്ടെന്ന്. അത് ഇങ്ങനെ നടത്തുന്ന ഒരു പ്രക്രിയയാണ്. സ്പീൽവേയുടെ ഉദ്ദേശവും മുല്ലപ്പെരിയാറിനെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ്. പക്ഷേ ഈ കാര്യങ്ങൾ കൊണ്ട് മുല്ലപ്പെരിയാർ ശക്തമായിട്ട് മാറുന്നില്ല. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. ആ പ്രശ്നങ്ങൾ എത്രമാത്രം മോശമായ അവസ്ഥയിലാണെന്ന് നമുക്കെന്നല്ല ആർക്കും പറയാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ നിലവിലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരിക്കലും മുല്ലപ്പെരിയാറിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തമിഴ്നാട് ശക്തിപ്പെടുത്താനായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിയാണ് കോടതിയുടെ മുൻപിൽ അവർക്ക് മികച്ച രീതിയിൽ വാദിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ജലനിരപ്പിലേക്ക് മുല്ലപ്പെരിയാറിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ജലമാണ്. തമിഴ്നാടിന് ജലം ഉറപ്പായിട്ടും ലഭ്യമാകണം. മുല്ലപ്പെരിയാറിനെ ഡീകമ്മീഷൻ ചെയ്ത് അവിടെ കുറച്ചുകൂടെ സുരക്ഷിതമായിട്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു ഡാം നിർമ്മിക്കാൻ ഒരുപാട് കാലങ്ങളെടുക്കും. ആ ഒരുപാട് കാലങ്ങൾക്കിടയിൽ തമിഴ്നാട്ടിന് വലിയ രീതിയിലുള്ള നഷ്ടമായിരിക്കും സംഭവിക്കുക. അവർക്ക് വലിയ രീതിയിൽ കൃഷിനാശം സംഭവിക്കുന്നതാണ്. ആ പ്രദേശങ്ങളിലുള്ള പല ആളുകൾക്കും അവരുടെ വീടുകളൊക്കെ ഉപേക്ഷിച്ച് ഒരുപക്ഷെ അവിടെ നിന്നും പോകേണ്ടി വന്നേക്കാം. കാരണം ജലം വളരെയധികം ദുർബലമായിട്ടുള്ള മേഖലകളിലേക്കാണ് തമിഴ്നാട് ഈ ജലം ഒഴുക്കിക്കൊണ്ടുപോകുന്നത്. ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരുമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് ജലം എത്തിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള മാർഗങ്ങൾ നടപ്പിലാക്കുകയും സുരക്ഷിതമായിട്ടുള്ള ഒരു ഡാം സ്ഥാപിക്കുകയുമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.